സർക്കാരിന്റെ അനുമതിയില്ലാതെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽക്കാനുള്ള നീക്കം കരാറിന്റെ ഗുരുതര ലംഘനമെന്ന് വിലയിരുത്തൽ. കരാർ റദ്ദാക്കാൻ വരെ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. അദാനിയുടെ ദുരൂഹ നീക്കങ്ങൾ വ്യക്തമാക്കുന്ന നിർണായക വിവരങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അനുമതി വാങ്ങാത്ത അദാനി ഗ്രൂപ്പ് സെബിയെ വിവരങ്ങൾ അറിയിച്ചതിന്റെ രേഖകൾ പുറത്തുവന്നു. സെബിയുടെ അനുമതി നിർബന്ധമല്ല എങ്കിലും കരാർ ഒപ്പിട്ടതിന് പിറ്റേന്ന് തന്നെ കത്തയച്ചു. 49% ഓഹരി MSC ഗ്രൂപ്പിന് കൈമാറിയെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റത്തിന് തടയിടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടുകയാണ്. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയുള്ള ഓഹരി കൈമാറ്റം കരാർ ലംഘനമാണ് എന്നും ഇടപാടുകൾ സുതാര്യമാക്കണമെന്നും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ അറിയിച്ചു. TV പ്രസാദും റോഷിപാലും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം TV പ്രസാദിലേക്കാണ്. പ്രസാദ്, അദാനിക്ക് ഇപ്പോൾ അറിയിക്കേണ്ടവരെ അറിയിക്കാൻ അറിയാമെന്നുള്ളതാണ്, സർക്കാരിനെ അറിയിച്ചില്ല. കരാറുണ്ട്, പ്രയർ അപ്രൂവൽ വേണമെന്ന് എഴുതി വെച്ച കരാർ പോക്കറ്റിൽ വെച്ചിട്ട് അതിൽ മിണ്ടാട്ടമില്ല. പക്ഷെ സെബി അറിയിക്കാം, ആവശ്യമില്ലാഞ്ഞിട്ട് പോലും. മാധു, ഗുരുതരമായ ലംഘനമാണ് അദാനി കമ്പനിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. 25% കൂടുതൽ ഓഹരി കൈമാറ്റം വരുമ്പോൾ സ്വാഭാവികമായി സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം എന്ന വ്യവസ്ഥകൾ, എന്ന കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറെ ദുരൂഹമായ ഇടപാടാണ് ഇത് സംബന്ധിച്ച് അദാനി കമ്പനി നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ താല്പര്യം തന്നെ ബലികഴിക്കുന്ന രീതിയിലുള്ള നീക്കമാണ് എന്ന പ്രതിപക്ഷം പറയുന്നത് യാഥാർത്ഥ്യമാവുകയാണ് ഈ രേഖ പുറത്തു വരുന്നതോടുകൂടി. നമുക്കറിയാവുന്നതുപോലെ നിലവിൽ സർക്കാർ അങ്ങനെ ഒരു അനുമതിയും കൊടുത്തിട്ടില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. അത് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നലെ അത് സംബന്ധിച്ചുള്ള ഒരു വാർത്താക്കുറിപ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി VD സതീശന് വലിയ കുരുക്കാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ അദാനി പോർട്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മാധു. അതായത് സർക്കാരിന്റെ അധികാരത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം അദാനി കമ്പനി നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പകൽ പോലെ വ്യക്തമാണ് ഈ ചട്ടലംഘനം എന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതാണ് പ്രധാനം. നേരത്തെ നമുക്കറിയാം, മുൻ സർക്കാർ അദാനി കമ്പനിയുമായി ആർബിട്രേഷന് പോയ സമയത്ത് ഒടുവിൽ പിൻവാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് മധ്യസ്ഥ ചർച്ചയിലൂടെ അത് ഒഴിവാക്കാനുള്ള നീക്കം നടത്തുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇനിയിപ്പോൾ ഈ വിഷയം എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാർ അറിയാതെ, സംസ്ഥാനം അറിയാതെ അവരവരുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ചുരുക്കത്തിൽ വിഴിഞ്ഞം അപ്പാടെ വിൽക്കാനുള്ള നീക്കത്തിലേക്ക് അദാനി പോകുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തിനോ ഒരു ഗുണവുമില്ലാത്ത പദ്ധതിയായി, പൂർണ്ണമായി അദാനിക്ക് കോടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി വിഴിഞ്ഞം മാറുന്നു എന്നുള്ളതാണ്. അദാനിയുടെ കുത്തകയായി, അല്ലെങ്കിൽ അദാനി ഓഹരി, വിൽക്കുന്ന ഓഹരി ആർക്കാണോ കിട്ടുന്നത് അവരുടെ കുത്തകയായി വിഴിഞ്ഞം മാറുന്നു എന്നതിന്റെ സൂചനകളിലേക്ക് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഡെവലപ്മെന്റുകൾ പോകുന്നത്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ആരുണ്ട് ചോദിക്കാനെന്ന അദാനി കമ്പനിയുടെ ധാർഷ്ട്യത്തിന് മറുപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. റോഷിപാൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, കോൺഗ്രസ് ഹൈക്കമാൻഡ് അതങ്ങനെ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി അദാനി കമ്പനിയെ അതൃപ്തി അറിയിച്ചത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അങ്ങനെ ഒരു സൂപ്പർ ഗവൺമെന്റായി കേരളത്തിൽ, കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ അദാനി ഉണ്ടാകില്ല എന്ന് ഹൈക്കമാൻഡ് ഉറപ്പുവരുത്തുമോ? മാധു, അദാനിയുടെ ഇടപാടുകൾക്ക് എതിരാണ് കോൺഗ്രസിന്റെ ദേശീയ നിലപാട്. അങ്ങനെ ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗം കൂടിയാണ് അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി പങ്കാളിത്തത്തിൽ നടത്തുന്ന അനധികൃതമായ ഇടപാടുകൾ അത് അംഗീകരിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി VD സതീശന് നൽകിയിരിക്കുന്നത്. കാരണം വിഴിഞ്ഞം തുറമുഖത്ത് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു ഒരു കപ്പൽ കമ്പനിക്ക് അവരുടെ കുത്തകയാക്കി മാറ്റാൻ അനുവദിക്കരുത് എന്ന നിലപാടാണുള്ളത്. അതിന് അദാനി ഗ്രൂപ്പ് ഇടനില നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും അത് അനുവദിക്കാൻ പാടില്ല, ഒരു സമ്മർദ്ദത്തിനും വഴങ്ങരുത് എന്ന കർശന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി VD സതീശന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. കാരണം അദാനി അവരുടെ ഓഹരി പങ്കാളിത്തത്തിലെ 49% MSC കമ്പനിക്ക് കൈമാറിയത് സംബന്ധിച്ച വിവാദം ആളിക്കത്തിയതോടെയാണ് ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ടത്. സംസ്ഥാന സർക്കാരിന്റെ അനുവാദമില്ലാതെ, സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ഓഹരി ഘടനയിൽ മാറ്റം വരുത്തിയത് ചട്ടവിരുദ്ധമാണ്, അത് ഈ കരാറിന്റെ ലംഘനമാണെന്ന വിലയിരുത്തലിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിർണായക ഇടപെടൽ നടത്തുന്നത്. ഇനി സ്വാഭാവികമായും വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ അപേക്ഷയിൽ തീരുമാനമെടുക്കുക എന്ന് മുഖ്യമന്ത്രി VD സതീശൻ കൂടെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചതിന്റെ കാരണവും
മറ്റൊന്നല്ല, ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശം വന്നതിന് തൊട്ടു പിന്നാലെയാണ് അതൃപ്തി അദാനി ഗ്രൂപ്പിനെ വി.ഡി. സതീശൻ അറിയിക്കുകയും ചെയ്തത്. ഇനി ഏതായാലും തീരുമാനം ഉടനുണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും പാർട്ടി തലത്തിൽ തന്നെ ഇതിൽ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു വഞ്ചനയ്ക്ക് അദാനി ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നുണ്ടോ, ശ്രമിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഈ വിവരം ഓഹരി പങ്കാളിത്തത്തിലെ മാറ്റം അറിയിച്ചില്ല മുൻകൂട്ടി എന്നതാണ് പ്രധാന ചോദ്യം. MSC ഇതിൽ 49% ഓഹരി പങ്കാളിത്തം എടുക്കുമ്പോൾ മറ്റ് കമ്പനികൾക്ക്, മറ്റ് കപ്പലുകൾക്ക് തീരത്തേക്ക് അടുക്കാൻ പ്രയാസമായിരിക്കും എന്ന ഒരു വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാകുമെങ്കിൽ ഒരുപക്ഷെ വിഴിഞ്ഞം ഒരു മത്സര സാധ്യതയില്ലാത്ത തുറമുഖമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് കേരളത്തിന് ഒരു നേട്ടവുമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനവും. അതുകൊണ്ടാണ് വിശദമായി ചർച്ച വേണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നത്. ഏതായാലും അദാനി BJPയുടെ ഇടനില എന്ന രീതിയിൽ തന്നെയാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി അടക്കം വിമർശനം ഉയർത്തുന്നതും. അതുകൊണ്ട് രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇങ്ങനെ കടുത്ത നിലപാടിലേക്ക് പോകുന്നത്. യെസ്, റോഷി പാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദാനി ഈ കരാർ ലംഘനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ സർക്കാർ കൃത്യമായ നിലപാടെടുക്കുമോ, വിശദീകരണത്തിൽ തൃപ്തമാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടതും.